മിസ്സായി പോകുന്നു. എടി ഏലിക്കുട്ടി, എടി ഏലിക്കുട്ടിയേ. ചെവി പഞ്ഞു വെച്ച് അതാ ചായ കാലത്തിൽ ചൂടുവെള്ളം വീണു. എടി ഏലിക്കുട്ടി, കാലി ചൂടുവെള്ളം വീണേന് എന്തിനാടി ചെവി പഞ്ഞു വെക്കുന്നത്? അതിന് എന്റെ കാലിലല്ല ചൂടുവെള്ളം വീണത്, നിങ്ങളുടെ അമ്മച്ചിയുടെ കാലില. എന്നാ നീ പഞ്ഞി മാത്രം ആക്കണ്ട, ആ ബെഡ്ഷീറ്റ് വരെ എടുത്ത് തിരിക്കും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എടി ഏലിക്കുട്ടി, നിനക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാവോ? അറിയാം, നമ്മുടെ മിന്നികെട്ട് കഴിഞ്ഞ ദിവസമല്ലേ. ഓ, കൂടുള്ള കാര്യം പറയുമ്പോ മൂഡ് ഔട്ട് ആവുന്ന കാര്യം പറയില്ലേടി. ഈ നാളെ ക്രിസ്മസാ, അത് ആഘോഷിക്കാൻ നമ്മുടെ പിള്ളേരെന്നെത്തൂടി. എന്റെ അച്ചായ, പിള്ളേര് വരുന്ന ദിവസമല്ലേ, ആ മുടിയൊന്ന് ഡൈ ചെയ്തൂടെ? ഒന്ന് പോടി അവിടുന്ന്. പിള്ളേര് വരുമ്പോ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്ന ദുൽഖർ സൽമാൻ ഏതാന്ന് ചോദിക്കും. എന്താടി എനിക്കൊരു കുഴപ്പം? കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്നയാണ്, കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിപ്പിള് പോലെ ആയത്. അമ്മച്ചി, എന്തൊരു ചുമയായി, എനിക്ക് കേൾക്കാൻ വയ്യ. ഇത്ര ആർക്കെ ചുമച്ചിട്ടു. അപ്പച്ചനെ ഇതിൽ നന്നായിട്ട് ചുമച്ചോണ്ടിരുന്നതാ, ഇപ്പൊ അതെല്ലാം പോയില്ലേ. ഇട്ടോണ്ടിരുന്നപ്പോ കണ്ടതാ. എലിക്കുട്ടി, നിങ്ങളല്ല എന്റെ ജോണിക്കുട്ടിയെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വളർന്ന് വലുതായി, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു പെണ്ണും കെട്ടി. സുഖമാണോ മോളെ നിനക്ക്? അതെ, സുഖമാണോ അമ്മച്ചി? ബൈ ദ ബൈ, പേര് മറന്നോ? അല്ല അമ്മച്ചി, ഞങ്ങൾ ഈ അമേരിക്കയിലായതുകൊണ്ട് എന്താ വിളിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. ഡിയർ അമ്മച്ചി എന്ന് വിളിച്ചാൽ മതി. എന്തൊരു ഭംഗിയുള്ള ഡ്രസ്സായത്. ഇതിന് എത്ര രൂപ കൊടുത്തു മോളെ? അത് ഇവിടുത്തെ 10-15 രൂപ വരും. ആ കാശുണ്ടെങ്കിൽ എത്ര ഫുള്ള് മേടിക്കായിരുന്നു.